പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം തന്നെ നമ്മൾ പോകുന്നത് മുനമ്പത്തേക്കാണ്. 414 ദിവസമായി തുടരുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. എന്തായാലും സമരപ്പന്തലിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോയിരിക്കുന്നു. സമരം തീർക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നും ഇവർ പറയുന്നു. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഗുഡ് ഈവനിങ്. എന്തായാലും മുനമ്പത്ത് നാടകീയ സംഭവങ്ങൾ നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണോ 414 ദിവസമായി ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമരസമിതി പെട്ടെന്നങ്ങ് രണ്ടായി പിളരുന്നു. എന്താണ് നിഷ ഈ സംഭവങ്ങൾക്കൊക്കെ ആസ്പദം? അശ്വതി, വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത നടത്തിവന്ന സമരം അത് ഐതിഹാസികമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 414 ദിവസമായി മുനമ്പം ജനത നടത്തുന്ന സമരം, അതിൽ നിന്ന് ഒരു വിഭാഗം അല്പസമയത്തിനകം തന്നെ ആ ഒരു സമരം അവസാനിപ്പിക്കും. ഒറ്റക്കെട്ടായി തുടങ്ങിയ സമരമാണ്. ഈ മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളി അങ്കണത്തിലാണ് ഈ ഒറ്റക്കെട്ടായ മുനമ്പം ജനത തങ്ങളുടെ പിറന്ന മണ്ണിന് വേണ്ടിയുള്ള അവകാശം നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടം ആരംഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 414 ദിവസമായി അവർ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരം, ആ സമരം ഇപ്പോൾ രണ്ട് രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഈ നാരങ്ങ നീര് കുടിച്ച് സമരം അവസാനിപ്പിക്കുകയാണ്. മന്ത്രി പി രാജീവും റവന്യൂ മന്ത്രി കെ രാജനും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആദ്യം ഇവർ സമരം ആരംഭിച്ച വേദിയിൽ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ നൽകുന്ന നാരങ്ങ നീര് കുടിച്ച് ഇവർ സമരം അവസാനിപ്പിക്കും. അതേസമയം ഈ നാടകീയ സംഭവങ്ങൾ അല്പസമയം മുമ്പ് നടക്കുകയുണ്ടായി. കാരണം ഉച്ചയ്ക്ക് 2:30 ഇവർ ഒന്നിച്ച് ഇരുന്ന് സമരം ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു വലിയ വിഭാഗം ആളുകൾ ആ സമരവേദി വിട്ട് അല്ലെങ്കിൽ സമരവേദി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവർ വീണ്ടും സമരം തുടരും. അതാണ് അവരുടെ തീരുമാനം. കാരണം അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, മുനമ്പത്ത് സമരം ആരംഭിച്ചത് തന്നെ തങ്ങളുടെ ഭൂമി, അതായത് തങ്ങൾ ജനിച്ച് വളർന്ന മണ്ണ് സംരക്ഷിക്കപ്പെടണം, തങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടി ആ മണ്ണ് കാത്തു സൂക്ഷിക്കണം. അതിനായി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ മുനമ്പത്തെ ഭൂമിയുടെ അവകാശങ്ങൾ പൂർണ്ണമായും, റവന്യൂ അധികാരങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അത് പുനഃസ്ഥാപിച്ച് നൽകാതെ സമരത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ സമരമാണ്. അതിൽ നിന്നാണ് ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി ഒരു കൂട്ടം ആളുകൾ ആ സമരത്തിൽ നിന്നും മാറി താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നു എന്ന പേരിൽ അവർ സമരത്തിൽ നിന്നും പിന്തിരുന്നത്. അതിന് ഒട്ടും നിന്നു കൊടുക്കാതെ ഒരു വലിയ വിഭാഗം ഇവിടെ പിറന്നു വീണ ആളുകൾ, ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ, അതായത് മുനമ്പംകാർ, അവർ ഈ സമര പോരാട്ടത്തിൽ നിന്നും ഒട്ടും തന്നെ പിന്നിലേക്കില്ല. തീർച്ചയായും നിഷ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും നമുക്കറിയാം അവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല നിഷ. അപ്പോൾ ഒരു വിഭാഗം ഏകപക്ഷീയമായി ഈ സമരം അവസാനിക്കുമ്പോൾ അവിടെ ന്യായമായി സമരം ചെയ്യുന്ന ആ വിഭാഗത്തെ അത് എങ്ങനെയായിരിക്കും നിഷ ബാധിക്കുക? അശ്വതി, സമരവുമായി ഇവർ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ആര് പിന്മാറിയാലും അത് ഒരു തരത്തിലും തങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നവർ പറയുന്നത്. രണ്ടാം ഭൂസംരക്ഷണ നിയമം എന്ന പേരിലാണ് അല്പസമയം മുമ്പ് ഈ നേരത്തെ സമരം നടന്ന വേദിക്ക് തൊട്ടരികിലായി മറ്റൊരു സമരപ്പന്തൽ ഉയർന്ന് അവിടെ സമരം ആരംഭിച്ചത്. ഇവിടെ അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ രാപ്പകലിരുന്ന് ഇവർ നിരാഹാര സമരം തുടരുകയാണ്. ആ സമരം 414 ദിവസം അവിടെ ആ ഒരു വേദിയിൽ അവസാനിക്കുമ്പോൾ നാളെ മുതൽ ഇവിടെ 415ാമത്തെ സമരം തുടരുകയാണ്. 414 എന്നൊരു നമ്പർ വെച്ച് തന്നെ ഇവിടെ വീണ്ടും സമരം തുടങ്ങുന്നു. ഇനി ആ സമരം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ തുടരും എന്ന് തന്നെയാണ് മുനമ്പം നിവാസികൾ പറയുന്നത്. കാരണം ഇതിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇടക്കാല ഉത്തരവുണ്ടായി. അതായത് ഇവർക്ക് കരമടയ്ക്കാമെന്ന്. അങ്ങനെ കുഴിപ്പള്ളി വില്ലേജിലും മറ്റൊരു വില്ലേജിലുമായി ഈ 250ഓളം കുടുംബങ്ങൾ കരമടച്ചു. കരമൊടുക്കിയാൽ മാത്രം ഇവർക്ക് പൂർണ്ണമായും റവന്യൂ അധികാരങ്ങൾ സ്ഥാപിച്ചു കിട്ടുകയില്ല. ഇതിന് പോക്കുവരവ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഈ വഖഫ് രജിസ്റ്ററിൽ നിന്നും ഇവരുടെ ഭൂമി നീക്കം ചെയ്യണം. ഈ മുനമ്പത്തെ 100 ഹെക്ടറിലധികം വരുന്ന ഭൂമി നീക്കം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ പുനഃസ്ഥാപിച്ച് കിട്ടാതെ ഇവർ ഒരു തരത്തിലും സമരത്തിൽ നിന്നും പിന്മാറില്ല. ആരുടെ പിന്തുണയില്ലെങ്കിലും, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെയാണ് തങ്ങളിവിടെ ഈ സമരം തുടങ്ങുന്നത്. തങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള ആ ഒരു സമരം, അത് ആരെതിർത്താലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലെങ്കിൽ പോലും തങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് മുനമ്പത്തുകാർ പറയുന്നത്. അത് തന്നെയാണ് ഇവർ മറ്റൊരിടത്തേക്ക് കെട്ടി സമരം അങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചതും. എന്തായാലും ഈ സർക്കാരിൻ്റെ ആ ഒരു കരമടയ്ക്കാം, ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകാമെന്നുള്ള ഉറപ്പ് ഇവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു വഖഫ് ഭൂമിയല്ല മുനമ്പത്തേതെന്ന്. പക്ഷേ അങ്ങനെ വഖഫ് ഭൂമിയല്ല മുനമ്പത്തേതെന്ന് പറഞ്ഞാൽ പോലും വഖഫിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരു സാവകാശം പോലും സംസ്ഥാന സർക്കാർ നൽകി. അങ്ങനെയുള്ള സർക്കാരിനെ തങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ആ സർക്കാരിൻ്റെ ഭാഗമായി 2 മന്ത്രിമാർ വന്ന് പറയുന്ന വാക്ക് തങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ,
ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ സമരം ചെയ്തിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും അവർ ആ വേദി വിട്ടിറങ്ങി മറ്റൊരു ഇടത്തേക്ക് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സമരപ്പന്തൽ കെട്ടി അങ്ങോട്ടേക്ക് തീർച്ചയായും മാറിയിരിക്കുകയാണ്. നിഷാദ് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 414 ദിവസമായി ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ സമരം ചെയ്തിരുന്ന ആ ജനതയാണ് ഒരു വിഭാഗം ഏകപക്ഷീയമായി ഈ സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോഴും അവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും സ്ഥാപിച്ചിട്ടില്ല.